വായിക്കുമ്പോൾ ബിസിനസ്സുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകമാണ് റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞാൽ പലരും കേട്ടുപോലും കാണാത്ത ഒരു പുസ്തകമാണ്. അതിൻ്റെ മലയാളം പതിപ്പും കിട്ടുക. റോബർട്ട് കിയോസാക്കി എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ ഓർത്താൽ എഴുതിയ ആൾ വിട്ടേക്കാം. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് മലയാളത്തിലും അതിൻ്റെ ഇതുണ്ട്. ബിസിനസ് ചെയ്യേണ്ട ആൾ ആദ്യം വായിക്കേണ്ട ഒരു പുസ്തകമാണ്. റോബർട്ട് കിയോസാക്കിയാണ് എഴുതിയത് റിച്ച് ഡാഡ് പുവർ ഡാഡ്. റിച്ച് ഡാഡ് എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത ഒരു ധനികൻ. പുവർ ഡാഡ് എന്ന് പറഞ്ഞ കോളേജിലെ ഒരു പ്രൊഫസറാണ്, അദ്ദേഹമാണ് പുവർ ഡാഡ്. അപ്പോൾ ഒരുത്തനെ പണക്കാരൻ നമ്മുടെ ഇപ്പോഴത്തെ പഠനത്തിലെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ സ്കൂളുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എങ്ങനെ സമ്പത്തുണ്ടാക്കാം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ഒരു പാഠപുസ്തകത്തിലും എങ്ങനെ നമുക്ക് സമ്പത്തുണ്ടാക്കാം അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് വിജയിപ്പിക്കണമെങ്കിൽ അനീഷൊക്കെ ഇത് പ്രായോഗികമായിട്ട് അറിയാതിരിക്കുക, ഞാൻ പറയുമ്പോഴായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അത് എവിടെ ഒരു ഈ പ്രൊഫസറുടെ മകൻ സമ്പന്നനാകാൻ വേണ്ടിയിട്ട് ഈ പള്ളിക്കൂടത്തിൽ പോയില്ലാത്ത ആളുടെ വീട്ടിൽ കൊണ്ട് വിടുക. അപ്പോൾ അയാൾ കുറേ നാൾ ഈ കടയിൽ നിർത്തി ഒന്നും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവൻ പ്രൊഫസറോട് പറഞ്ഞു, ഞാൻ ഈ അങ്കിളെന്നാണ് വിളിക്കുന്നത്, അയാളാണ് റിച്ചിട്ടാണ്, ഇങ്ങനെ എന്നെ ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അച്ഛനോടെ പറഞ്ഞു, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്നത് മനസ്സിലാകുന്നില്ലല്ലോ. അവസാനം ഇവരങ്ങ് 5-6 മാസമായപ്പോഴത്തേക്ക് ബഹളമായി പറഞ്ഞു, ശരി ഇന്ന് നീ എൻ്റെ കൂടെ വാ, ഞാൻ ആദ്യത്തെ പാഠം നിന്നെ പഠിപ്പിക്കാം, എൻ്റെ കൂടെ വരാം. അങ്ങനെ നടന്നു പോയി. സന്ധ്യയായി. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഒരു 1.5 പൊക്കമുള്ള ഒരു കയ്യാല് ഒരു സ്റ്റെപ്പ് കയറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് നിന്നോ, ഇവിടെ മുതലാണ് നിന്നെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. വലിയ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അങ്ങനെ എനിക്ക് സുഖം കാണാൻ വയ്യ സന്ധ്യയായതുകൊണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ എന്നെ വിശ്വസിക്കും, നീ അവിടുന്ന് ചാടണം, കണ്ണു അടച്ചുകൊണ്ട് ചാടണം, ഞാൻ പിടിക്കുന്നില്ല, നീ ധൈര്യമായിട്ട് ചാടിക്കോളാം. 2 കണ്ണ് തുറക്കരുതെന്നോ. ഇവൻ ചാടി, ഞാനും പിടിച്ചില്ല, മൊന്തേ കുത്തിയൊക്കെ വീഴും. ഇവനോട്ട് ചാടിപ്പിച്ചു. അങ്ങളൊരുമാതിരി വൃത്തികേട് കാണിക്കരുത്, അങ്ങളെന്നെ പറഞ്ഞേ എന്നെ പഠിപ്പിക്കാം, എന്നിട്ട് എന്നെ തെള്ളിയിട്ട് എൻ്റെ കാലം മുറിഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ ദിസ് ഈസ് ദ ഫസ്റ്റ് ലെസൺ, ആരെയും വിശ്വസിക്കരുത്. ലോകത്ത് ബിസിനസ്സിൽ അദ്ദേഹം പറഞ്ഞ റോബർട്ട് കിയോസാക്കി 1ാമത്തെ ലെസൺ പറഞ്ഞു, ബിസിനസ്സിൽ ഒരു മനുഷ്യരെയും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ആൾക്കാരെ സഹായിക്കാം, സ്നേഹിക്കാം, ഇതാണ് ഫസ്റ്റ് ലെസൺ.